യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഉപമകളിലൂടെയും കഥകളിലൂടെയും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയൊക്കെ യേശു ഒത്തിരി കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം കുറച്ച് നാളുകളായിട്ട് നമ്മൾ തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങൾ യേശു പറയാൻ ആഗ്രഹിച്ചപ്പോഴും യേശു പല കാര്യങ്ങളും ഉപമകളിലും കഥകളിലൂടെയൊക്കെ പറഞ്ഞിട്ട് പിതാവിൻ്റെ കാര്യം വന്നപ്പോൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഉടനെ യേശു പറഞ്ഞു, അപ്പോൾ നിങ്ങളെന്നെ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, പിന്നല്ലാണ്ട് ഞങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. യേശു തിരിച്ചു പറഞ്ഞാണ് വളരെ കൃത്യമായ അടുത്ത മറുപടി. നിങ്ങളെന്നെ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ വിട്ട് നിങ്ങളുടെ വഴിയിലേക്ക് ഓടിപ്പോവും. നിങ്ങൾ എന്ന് അകന്നു പോകുന്നൊരു സമയം വരും, അപ്പം നിങ്ങൾ ആരും എൻ്റെ കൂടെ കാണില്ല. പക്ഷേ അതിനുശേഷം യേശു പറഞ്ഞൊരു വാക്കാണ് ഒത്തിരി നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ട്. എത്ര ബോൾഡായിട്ടാണ് യേശു തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ സ്ഥാപിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, നിങ്ങൾ ആര് പോയാലും ഞാൻ ഒറ്റയ്ക്കാകില്ല, കാരണം എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ചവിട്ടി പറയുമ്പോൾ സ്വർഗത്തിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാകും. ഒരു പവർഫുൾ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കാകില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിവാഹസമയത്ത് വധൂവരന്മാർ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറയും, സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാത്തിലും കൂടെ ഉണ്ടാവും, ഉറപ്പാണ്, മരണം വരെ കൂടെ ഉണ്ടാവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ചില മനുഷ്യരൊക്കെ ഒറ്റയ്ക്കായിപ്പോയി എന്ന് നിലവിളിക്കുന്നത്? പാതി വഴിയിൽ ചില മനുഷ്യരൊക്കെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു വാക്കുകളാണ് ജീവനുള്ള വിലയുള്ളത്. അതുകൊണ്ടാണല്ലോ വചനം മാംസം ധരിച്ചത്. ഈ പറഞ്ഞ വാക്കിന് മരണത്തോളം വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ പകുതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ബന്ധങ്ങൾക്ക് അല്പകാല ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു അൺഎൻഡിങ് റിലേഷൻഷിപ്പാണ്, എവർലാസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ്. എനിക്കെൻ്റെ അപ്പൻ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കാകില്ല. ആരെന്നെ വിട്ടുപോയാലും എൻ്റെ അപ്പൻ എന്നെ വിട്ടുകളയില്ല എന്നൊരു തികഞ്ഞ ബോധ്യം. ഇങ്ങനെ ഒരു കോൺഫറൻസുകളിൽ എത്ര പേർക്ക് സംസാരിക്കാൻ പറ്റും? എത്ര പേർക്ക് ഈ ഭൂമിയിൽ ചവിട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ബന്ധത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന അങ്ങനൊരു ബന്ധം സ്വർഗത്തിലെ പിതാവുമായുള്ള ബന്ധമാണ്. ഓരോ ദിവസവും എന്നെ എൻ്റെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് സ്വർഗത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ അത് ഹൃദയത്തിലൂടെ എത്തുന്ന കുരിശ് വരെയുള്ള പാദങ്ങൾ യാത്രക്കിടയിൽ നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിലും ശിരസിലുമൊക്കെ അപ്പൻ ചേർന്ന് നിൽക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ പിന്നീട് നമ്മളാരും ഒറ്റയ്ക്കല്ല. യേശു പറഞ്ഞ ഈ വാക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആരും ഒറ്റയ്ക്കാകില്ല, അപ്പൻ കൂടെയുണ്ട്. പിന്നീട് നമ്മൾ എന്തിനു ഭയപ്പെടണം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി
അതിശയമായി അവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. പാപത്തിനടിമയായി ജീവിച്ച നാളുകളിൽ ആലംബഹീനയായി തീർന്ന നാളിൽ പാപത്തിനടിമയായി ജീവിച്ച നാളുകളിൽ ആലംബഹീനനായി തീർന്ന നാളിൽ സ്വർഗരാജ്യത്തിനവകാശിയാക്കുവാൻ നിൻ സ്നേഹം എന്നെ തേടി വന്നു. സ്വർഗരാജ്യത്തിനവകാശിയാക്കുവാൻ നിൻ സ്നേഹം എന്നെ തേടി വന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ